ബലപ്പാളികൾ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൂടുതൽ എന്റെ മക്കളെ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കിട്ടുന്ന ഫോർമേഷൻ്റെ അതേ ഫോർമേഷൻ വെച്ചിട്ട് തന്നെയാണുള്ള ഒരു ഗെയിം പ്ലേ ആണ് നമ്മൾ ഇതിലും നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല, പിന്നെ എത്ര പേര് കണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല, കാരണം നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ 18K സബ്സ്ക്രൈബേഴ്സിൻ്റെ ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴാണ് വീണ്ടും തുടങ്ങണത്. 2021 ഞാൻ റെഗുലറായി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ വീണ്ടും ചാനൽ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫസ്റ്റ് കാണാത്തവർ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. അപ്പോൾ ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടീം. ഇതാണ് ഞാൻ പറഞ്ഞ ഫോർമേഷൻ. സെൻറ്ററിൽ നമുക്ക് നെയ്മറിന് SS ആയിട്ട് ഇടാം. ഓക്കെ, ഒരു SS 3 കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലാത്തവരത് മാക്സിമം വയ്ക്കുകയാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കിട്ടലും പോലെ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് മാക്സിമം എന്തായാലും ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോകാം. കുറേ നേരമായാലും കറങ്ങുന്ന ഗൈസ്, എന്തോ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടോ എന്താണെന്ന് പറഞ്ഞുകൂടാ, നോക്കി നോക്കാം. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, മാക്സിമം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യാം. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അപ്പോൾ മാക്സിമം വീഡിയോ റീച്ച് കൂടുന്നതായിരിക്കും, കാരണം 18K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ചാനലായിരുന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി തുടങ്ങിയതാണ്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ടച്ചാണ്. ഓക്കെ, നെയ്മർ ടു വിയറ ടു ഫസ്റ്റ് ടൈം മിസ്പാസാണ്. ഓക്കെ, വില്ല കിട്ടുന്നുണ്ട്. മൽദിനി നല്ല മെല്ലെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോകാം. ഫസ്റ്റ് കൂട്ടുക. ക്രൈഫ് ടു റൊണാൾഡോ ടു റോഡ്രിഗോ ടു നെയ്മർ. ഇറ്റ്സ് റോഡ്രിഗോ. ഓ, വാട്ട് എ സേവ്! ആരാണ് ഗോൾ കീപ്പർ ആരാണെന്ന് ചോദിച്ചില്ല. ഓക്കെ, നല്ലൊരു അറ്റാക്കിംഗ് ആയിരുന്നു. ഫസ്റ്റ് നല്ലൊരു അറ്റാക്കിംഗ് ആയിരുന്നു. ഗോൾ കീപ്പർ നല്ലൊരു സേവ് ആയിരുന്നു. അപ്പോൾ നമുക്കൊരു കോർണർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ഫുൾ ക്രൈഫ് മാറ്റാം. നമുക്ക് എവിടെ മെസ്സിയാം. ഓക്കെ, മെസ്സിയെ ഇടാം. നമുക്ക് ഇനി കിക്ക് എടുക്കാം. ഷോർട്ട് കോർണർ എടുത്തിട്ട് എടുക്കാം അല്ലേ, അതായിരിക്കും നല്ലത്. നമ്മൾ ഇപ്പോൾ 2021 യൂസ് ചെയ്യുന്ന റിക്കാണ്. ഇപ്പോൾ വർക്കിംഗ് ആണെന്ന് എനിക്കറിയില്ല. വീണ്ടും കുറച്ച് കാലമായുള്ളൂ വീണ്ടും തുടങ്ങിയിട്ട് ഈ ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നെ കിട്ടുകയാണ്. നല്ല ഡിഫെൻഡിങ് ആയിരുന്നു. ഓ, മിസ്പാസ് നമ്മുടെ മിസ്പാസാണ്. പാൽമർ ടു മെസ്സിയിലേക്കൊരു ത്രൂ ബോൾ ആയിരുന്നു. നമ്മൾ ഈസി ആയിട്ട് ഇൻ്റർസെപ്റ്റ് എടുക്കുകയാണ്. റൊണാൾഡോ ടു നെയ്മർ പോവാണ്. ഓക്കെ, വിയറ ഇൻ്റർസെപ്ഷൻ. ജോഹാൻ ഗ്രൈഫ് ടു റോഡ്രിഗോ. ഓ, കിട്ടുള്ള റോഡ്രിഗോ എത്തുന്നതിന് മുമ്പ് തന്നെ ഓപ്പൺ ടീം അത് ഇൻ്റർസെപ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിഫൻഡറല്ല കയറിപ്പോയത്, പണി പാളി പോകുന്നുണ്ട് ഗൈസ്. ഫോർലാൻ ഫസ്റ്റ് ടൈം ഫോർലാൻ ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ തന്നെ ഒരു ഗോൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ടു നെയ്മർ. ഓ, ഒരു ഫൗളാണ്. ഇതിനു വേണ്ടി നോക്കിയായിരുന്നു ഗൈസ്. പഴയ പോലെ സ്കില്ലൊന്നും അത്ര ടൈമിങ് കിട്ടുന്നില്ല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ, നെയ്മർ. എൻ്റെ പൊന്നെ, അതെങ്ങനെ പുറത്തേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലായി. ഷുവർ ഗോൾ എന്ന് വിചാരിച്ചാണ്. ഷോട്ട് കണ്ടിട്ട് ഞാൻ ഷുവർ ഗോളായിരുന്നു വിചാരിച്ചു. ഓക്കെ, സാലപ്പോട്ടെ. അപ്പം നമുക്ക് നോക്കാം എന്തായാലും. ഡിഡ കേട്ടോ ഗോളി, ഡിഡ. ഓക്കെ, നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ എടുക്കുകയാണ്. റൊണാൾഡോ ക്രൈഫ്. ഗൈസ്, എന്തായാലും നിങ്ങൾ ഈ ഫോർമേഷൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരുപാട് ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട്. അതിൽ ഇഷ്ടംപോലെ നമുക്ക് ഗോൾ സ്കോർ ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് കളിച്ചു പോകാവുന്നൊരു ഫോർമേഷനാണ് നമ്മുടെ 2018 പെക്കർമാൻ്റെ സെയിം ഫോർമേഷനാണ്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, ക്രൈഫ്. കിട്ടില്ല ഗൈസ്. ഓപ്പൺ സംഭവിക്കില്ല. മെസ്സി. ഓ, എൻ്റെ പൊന്നെ, നടക്കണില്ല ഗൈസ്. എന്താ എൻ്റെ പൊന്നെ, എന്തോ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇതിങ്ങനെയാണോ ഓഫ് ചെയ്ത് വെക്കണേ? ക്യാമ്പൽ. ഓ, എൻ്റെ പൊന്നെ. ഓക്കെ, ക്രൈഫിന് കിട്ടിയിട്ടുണ്ട്. ക്രൈഫ് ടു മെസ്സി ടു നെയ്മർ ടു റോഡ്രിഗോ. എഗെയിൻ റോഡ്രിഗോ. ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ്. 27-ാം മിനിറ്റിൽ നമ്മൾ വീണ്ടും സമനില പിടിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ. സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഞാൻ ഇടുന്നില്ല. ഞാൻ പണ്ടും അങ്ങനെ തന്നെയാണ്, സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഇടാറില്ല. പക്ഷേ നമ്മൾക്ക് എതിരെ സെലിബ്രേഷൻ ഇടുന്നവരോട് ഞങ്ങൾ സെലിബ്രേഷൻ ഇടാറുണ്ട്. അപ്പോൾ പഴയ ഗെയിം പ്ലേക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നല്ലൊരു ഷോട്ടായിരുന്നു.
പീറ്റർ ചെക്കിൻ്റെ കൈകളിൽ സിമ്പിളായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ജോഹാൻ ക്രൈഫ്, മിസ് പാസ്. ലയണൽ മെസ്സി നല്ലൊരു കൗണ്ടർ അറ്റാക്കാണെന്ന് തോന്നുന്നുണ്ട്. പാൽമർ ഓക്കെ, അഗെയിൻ പീറ്റർ ചെക്കിൻ്റെ സേവാണ്. എത്ര അടി വേണമെങ്കിൽ കളിച്ചു, ഞാനിവിടെ ഒറ്റയ്ക്ക് നോക്കിക്കോളാന്ന് പറഞ്ഞിരിക്കുകയാണ് പീറ്റർ ചെക്ക്. അപ്പോൾ മാക്സിമം എല്ലാം സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് ഗൈസ്. നമ്മൾ 18K നിന്ന് ഇപ്പോൾ ഒന്നും അല്ലാണ്ടായിട്ടിരിക്കണം. സീൻ ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഓക്കെ, മെസ്സി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നല്ലൊരു ഡബിൾ ടച്ച് മെസ്സി. കുറച്ച് അഹങ്കാരമായി ഇപ്പോൾ ഒറ്റയ്ക്കുള്ള സോളോ. ഓക്കെ, ഫോർലാൻ കിട്ടുള്ള. അതിന് മുമ്പ് തന്നെ കോസ്റ്റ ഗ്രൂട്ടയുടെ ക്ലിയറൻസ് ആണ്. ക്രിസ്ത്യാനോയുടെ ഹെഡിങ്, നെയ്മർ ജെആർ, മെസ്സി ടു ക്രൈഫ് ടു അഗെയിൻ ക്രിസ്ത്യാനോ, നെയ്മർ ടു റോഡ്രിഗോ. ഓക്കെ, റോഡ്രിഗോയുടെ നമ്മൾ വീണ്ടും ഒരു ഗോൾ അടിക്കുകയാണ്. 2-1 എന്ന സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുന്നേ തന്നെ, സെക്കൻഡ് ഹാഫിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ ലീഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ലീഡിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു ഗോൾ ലീഡ് എത്തിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിൽ പോവാം, കാരണം നമ്മൾ ഈ മേജർ വെച്ച് കളിച്ച് കുറച്ച് ദിവസമായി തുടങ്ങിയില്ല. അതുപോലെ തന്നെ ഈ ഫുട്ബോൾ കളിച്ച് ഒന്ന് സെറ്റായിട്ട് കുറച്ച് ടൈമേ ആയുള്ളൂ. പക്ഷേ 2021 റെഗുലറായി കളിച്ച് വെച്ച് ഈ ഫുട്ബോൾ കളിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, റോഡ്രിഗോ പാസ് കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, നല്ലൊരു ക്ലിയറൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇല്ല അല്ലേ? ഓക്കെ, കോർണറായിരുന്നു, സോറി ഗൈസ്. അപ്പോൾ കോർണറായിരുന്നു. അപ്പോൾ ഷോർട്ട് കോർണർ എടുക്കുക, പഴയ ട്രിക്കിന് ഉപയോഗിക്കാം. പക്ഷേ 2021 യൂസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മാൽഡിനി ഹെഡ്, എൻ്റെ പൊന്നെ, പോസ്റ്റായിട്ട് തിരിച്ചു വരികയാണ് ഗൈസ്. അയ്യോ, അപ്പോൾ ഈ കോർണർ ട്രിക്ക് പണ്ട് തൊട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും അത്യാവശ്യത്തോളം വർക്കിംഗ് ആവുന്നുണ്ട്. ആ വീഡിയോ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണ്. ഓപ്പണൻ്റ് എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും, കാരണം ഒരു ഗോളിന് പിറകിലാണ് ഓപ്പണൻ്റ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും. അപ്പോൾ ഗൈസ് വന്നിട്ടുണ്ട്, നമ്മുടെ ടച്ചല്ലേ അല്ല അല്ലേ? ഓക്കെ, ഹെർണാണ്ടോ ടു ഓക്കെ, വിയറ എടുക്കുകയാണ്. കഫു ടു മെസ്സി ടു റോഡ്രിഗോ ടു ക്രൈഫ്, ക്രിസ്ത്യാനോ ടു റോഡ്രിഗോ അഗെയിൻ മെസ്സി. കഫു ഓവർലാപ്പ് ചെയ്ത് കയറി നമുക്ക് ക്രോസ് കൊടുത്തു നോക്കാം. ഓക്കെ, ക്രിസ്ത്യാനോ ഓക്കെ, നമ്മൾ നല്ലൊരു ഹെഡർ ഗോളിലൂടെ വീണ്ടും ഒരു ലീഡും കൂടെ എടുത്തതാണ്. 2 പോയിൻറ്റിൽ 2 ഗോളിന് ഇപ്പോൾ മുന്നിട്ടിരിക്കുകയാണ് നമ്മൾ. ക്രിസ്ത്യാനോയുടെ നല്ലൊരു ഹെഡിങ് ആയിരുന്നു. കഫുന് നല്ലൊരു മികച്ചൊരു പാസ്സായിരുന്നു. ഡബിൾ ടച്ച് വർക്കിംഗ് ആയില്ല, ടൈമിങ് ഏറ്റുമാണ്, അതാ പറ്റിയത്. വർക്കിംഗ് ആവുന്ന ടൈമിങ് ഏറ്റുമാണ്. അപ്പോൾ ഇപ്പോഴും നല്ലൊരു അറ്റാക്കാണ്, ഗോൾ കിട്ടി. എൻ്റെ പൊന്നെ, അതെങ്ങനെയാണ് ഫോറിൽ മിസ്സാക്കിയെന്ന് തന്നെ മനസ്സിലാവണില്ല. അതായത് കുറച്ച് ലക്കും കൂടി ഉണ്ട് നമുക്ക് ഇന്നത്തെ ഗെയിമിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് സബ് ഇറക്കാം. ഓക്കെ, ഹാലൻഡിന് ഇറക്കാം അല്ലേ? റോഡ്രിഗോ വരെ ഹാലൻഡിന് ഇറക്കാം. പിന്നെ ആരാണ്? എംബാപ്പെ ഇറക്കാം. എംബാപ്പെ മാക്സ് പോലെ അല്ല ഗൈസ്. ഞാനിപ്പോൾ ഇതല്ല എൻ്റെ മെയിൻ സ്കോഡും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വെച്ച് കളിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ GPയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പ്ലേയേഴ്സിനൊക്കെ റിലീസ് ചെയ്യാനുണ്ട്, പഴയ പ്ലേയേഴ്സിനൊക്കെ റിലീസ് ചെയ്യാനുണ്ട്. അതൊക്കെ റിലീസ് ചെയ്ത് GP ആക്കിയിട്ട് എൻ്റെ എല്ലാ പ്ലേയേഴ്സിനും ഒന്ന് റിന്യൂ ചെയ്ത് തിരിച്ചു കൊണ്ടുവരാം. നമ്മളെ പഴയ അക്കൗണ്ട് തന്നെയാണ് എൻ്റെത്. ഓക്കെ, നെയ്മർ ജിയറിനാണ് ഹെഡ് ഇട്ട് കൊടുത്തത്. ഓക്കെ, കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. റുഡിഗർ ടു വിയറ ടു ലയണൽ മെസ്സി മിസ് പാസ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. മാൽഡിനി ടു പീറ്റർ ജാക്ക് നേരെ എംബാപ്പയിലേക്ക്. നല്ലൊരു പാസ്സായിരുന്നു, കറക്റ്റ് പാസ്സായിരുന്നു. ഒരു ത്രൂ ബോൾ എംബാപ്പയ്ക്ക് വെച്ചു കൊടുത്താൽ മതിയായിരുന്നു അല്ലേ? ഹാലൻഡ് ടു നെയ്മറിലേക്ക് എത്തുന്നില്ല. അതിന് മുമ്പ് തന്നെ ഓപ്പണിൻ്റെ ഡിഫൻസ് റാഞ്ചി എടുക്കുകയാണ് ബോൾ. ഓക്കെ, വാൽവേർദിൻ്റെ പാസ് റുഡിഗറിൻ്റെ കാലിലേക്ക് എത്തുകയാണ്. ജോഹാൻ ക്രൈഫ് ടു മെസ്സിയിലേക്ക് എത്തുന്നില്ല. ഓക്കെ, ഓപ്പണിൻ്റെ ക്രൈഫ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന് പകരം ക്രൈഫിലേക്ക് ഒരു ത്രൂ ബോളാണ്. അത് കിട്ടുന്നില്ല. നല്ല ഡിഫൻസാണ് ഗൈസ്, അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് ഡിഫൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഹെർണാണ്ടസിൻ്റെ ട്രൂ ബോൾ, റുസാറിൻ്റെ ക്രോസ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഗോൾ കീപ്പർ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് എംബാപ്പയിലേക്ക് മറച്ചു വിടാം. ഓക്കെ, ജോഹാൻ ക്രൈഫ് ടു നെയ്മർ ടു എംബാപ്പെ. കിട്ടുന്നില്ല ഗൈസ്. ഓപ്പണിൻ്റെ കറക്റ്റ് ഡിഫൻസ് അവിടെ കറക്റ്റ് വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മളെ. നെയ്മർ റോൾ ഓവർ. ഓക്കെ,
പക്ഷേ നമ്മളിപ്പോൾ സ്കില്ലിങ്ങാണൊക്കെ തന്നെ പക്കയായിട്ടാണ്, പക്ഷേ നമുക്കെന്തോ ടൈമിംഗ് ആണോ എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ തെറ്റുണ്ട് കുറച്ചായിട്ട്. നമ്മളത് റെഡിയാക്കുക എന്തായാലും. പഴയ പോലെ തന്നെ സെറ്റായിട്ട് നമ്മൾ തിരിച്ചു വരും. മെസ്സി ഡബിൾ ടച്ച്, ഓക്കെ, നല്ല ഡബിൾ ടച്ച്, നല്ല ഫ്ലിക്കായിരുന്നു. പക്ഷേ കണ്ട സെക്കൻഡ് പ്ലെയർ എപ്പോഴും നമ്മൾ എടുക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, നമ്മൾ ചെറിയ ടൈമിംഗ് മിസ്റ്റേക്കാണ്, നമുക്ക് റെഡിയാക്കാം. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ 18K ചാനൽ 18K സബുള്ള ചാനൽ പോയി. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ആവശ്യം. നമ്മൾ വീണ്ടും ഒന്നിന്ന് തുടങ്ങുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കണേ. അപ്പോൾ ഇപ്പം നമ്മളൊന്നുമല്ല നമുക്ക്, കാരണം വ്യൂസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, സബ്സ്ക്രൈബേഴ്സ് ഒരു തേങ്ങയില്ല നമുക്ക്. മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ജോഹാൻ ക്രൈവ് ടു മെസ്സി ടു വിയറ ടു നെയ്മർ, റോൾ ഓവർ വേണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഒരു ടേൺ എടുത്ത് ഷോട്ട് ചിലപ്പോൾ ഗോളാകുമായിരുന്നു. ഓക്കെ, മെസ്സി നെയ്മർ, അതൊക്കെ റോൾ ഓവർ പക്ക ടൈമിങ്ങിനായിരുന്നു, സെറ്റായിരുന്നു. അതിന് മുമ്പ് തന്നെ പക്ഷേ ഡിഫൻസ് എടുത്ത് ഞാൻ റോൾ ഓവറിന് വേണ്ടി ശ്രമിച്ചായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഡിഫൻസ് റാഞ്ചിക്കൊണ്ടായി. ഓക്കെ, നമുക്ക് ബോൾട്ടോ കുടീകറിന് നല്ലൊരു റിസപ്ഷനാണ്. കളി കഴിഞ്ഞോ? ഇല്ല, ഇനി ഒരു ഗോൾ അടിക്കാൻ കൂടി ചാൻസ് നോക്കണം. ഓക്കെ, നമുക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്. മെസ്സി കളി അവസാനിച്ചിരിക്കുകയാണ്, നമ്മൾ 3-1 നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു, ഈ ഫോർമാറ്റ് വെച്ചാൽ കിടിലം പോലെ നമുക്ക് ഗോൾ അടിച്ച് പെർഫോം ചെയ്യാം. പിന്നെ പെട്ടെന്ന് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റും. നമുക്ക് വിങ് വരായിട്ടോ അല്ലെങ്കിൽ നമുക്ക് 2CF കളിക്കുന്ന ഫോർമേഷൻ ആണെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാം. അപ്പോൾ കാശ് ഇത്രയ്ക്ക് എന്ത് വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.